ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റമദാൻ ഡേ വ്ലോഗ് തന്നെയാണ്. അപ്പോൾ ഇതാ ഏകദേശം ടൈം വന്നിട്ട് 5:34 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ബാങ്ക് കൊടുക്കാൻ 6:40 ബാങ്ക്. അപ്പോൾ ഇതാ അങ്ങനെ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ കഴിക്കാത്തൊരു എന്താ പറയുക ഫുഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കേൾക്കാൻ ഈന്ത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ പച്ചരിന്റെ പൊടി കൊണ്ട് പൊടി കൊണ്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. ഇപ്പം എങ്ങനെ പറയുന്ന എനിക്കറിയില്ല. അപ്പം ഓക്കെ, ഇപ്പം ഇത് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അരച്ചിപ്പൊടി എന്ന് പറയും. ഇത് നമ്മൾ ഈന്തിൻ്റെ പൊടി യൂസ് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ട്. ബട്ട് ഇത് ആദ്യമായിട്ടാണ്. ഓൾവേസ് നമുക്ക് അപ്പോൾ ഒക്കെ മെസ്സി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതവിടെ കുഞ്ഞു കുഞ്ഞു പത്തിരികളാക്കിയാണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞു ബോൾസ് ആക്കാനൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് നമ്മൾ പൊടി ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെസ്സി പൊടി ഇവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെസ്സി കുഴയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ് ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു പാട്ടൊക്കെ ഓർമ്മ വരണം കേട്ടോ. അപ്പൊ ഞാൻ പാടാൻ പോവാണ്. പാടി പിന്നാലെ കാണോ അത് കോവമ്പാടി പുതുസാകോ പാലിയേങ്ക തേരலாம் பாயாசம் கேக்குதா காற்றேங்க வீசலாம் காറ്റാடி கேக்குதா உம்மேலே கொண்டும் இல்லை நீ ஒன்றும் நானும் இல்லை தென்மொழி பூங்கொடி ஆடிப்போனா என் செடி வான்மதி വൈകിളി ആസെ തീരാ പാട്ട്. അപ്പം ഞാൻ ഈ പാട്ട് പാടിയത് ഉമ്മമാർക്ക് പാട്ടാടി ഉമ്മമാർക്ക് ആരോ ഒരാൾ വന്നിട്ടുണ്ടോ? നമ്മളെ ഫാനാണ്. ഫാന് ആരാ? അത് നിങ്ങൾ ഇവിടുത്തെ താത്ത കേട്ടോ. അപ്പം ഗൈസ് ഈ ഒരു പാട്ട് ഞാൻ നമ്മളെ ഉമ്മമാർക്ക് പണിയെടുത്ത് കൊടുക്കണ എല്ലാ മക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഉമ്മമാർക്ക് പണിയെടുത്ത് കൊടുക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ ഈ ഒരു സംഭവിക്കാരം സിറ്റുവേഷൻ്റെ ഒത്തൊരു പാട്ടാണ് ഗൈസ്. കാര്യം ചോദിച്ചു. അപ്പൊ ഗൈസ് ഇതാ കാണിച്ചു കൊടുക്ക്. ഇതാ നമ്മളിവിടെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ് അങ്ങനെ ഇതാ നമ്മളിതാ കുഞ്ഞിപ്പത്തിരി പരത്തിയില്ല അവസാന ഘട്ടം ആയിരിക്കുകയാണ്. ഈ ഒരു 5 ഉണ്ട്. ഇത് പരത്തേണ്ട രൂപം കൂടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നല്ലോണം ഒന്ന് ഉരുളയാക്കുക. നമ്മൾ പത്തിരിക്ക് പരത്തുന്ന പോലെ തന്നെ. അത് കുറച്ച് വലിയ ബോൾസാണ്, ഇത് കുഞ്ഞു ബോൾസാണ്. നന്നായിട്ട് ഉരുളാക്കിയിട്ട് ഇതിൻ്റെ നടുവിൽ നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യാം. ആൻഡ് ഇതാ നമ്മുടെ ഈ ഒരു കുഞ്ഞു പത്തിരി റെഡി. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇത്. ഇതിലേക്ക് നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല. സാധാരണ ഇതിലോട്ട് തേങ്ങയും അങ്ങനത്തതൊക്കെ ആഡ് ചെയ്യലുണ്ട് ഈ മിക്സ്ചറിലോട്ട്. ബട്ട് നമ്മൾ അങ്ങനെ ഒന്നും ചേർത്തില്ല. നമ്മൾ സാധാരണ പോലെ നമ്മുടെ പത്തിരിക്ക് പരത്തുന്ന അതേ മാവ് വെച്ചിട്ടാണ്. എന്താ ഓക്കെ. അപ്പോൾ ഉമ്മയുടെ മസാല ഇതൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് മിസ്സി അങ്ങോട്ട് വിളിക്കുന്നത്. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ഇനി പോയി ആ വീഡിയോ എടുത്തു. സാരല്ല, ഇങ്ങനത്തെ കണ്ടാൽ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. സാരല്ല.
എന്തിനൂമിയ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ മസാല. അപ്പോൾ മസാല കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, പക്ഷേ ചിക്കനും ഒന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മസാല കുറച്ചുള്ളൂ. പിന്നെ ചിക്കനും ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മളെ മസാല ഉണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ എന്ന് വെച്ചാൽ സാധാരണ ഇതിലിട്ടിട്ട് തന്നെ ഗ്രേവി വെക്കാനാണ്. ബട്ട് ഞങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ഇറച്ചി ഞങ്ങൾ കിട്ടിയപ്പോൾ തന്നെ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിക്ക് മസാലയൊക്കെ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിക്കും അല്ലാതെ മസാല ആഡ് ചെയ്തിട്ടില്ല. ആൻഡ് അപ്പോൾ ഇതാണ് നമ്മളെ മിക്സ്. ഇനി ഇതിലോട്ടാണ് നമ്മൾ വേവിച്ച ഇത് ചേർത്ത് കൊടുക്കുക, ഏത് നമ്മളെ കുഞ്ഞിപ്പത്തിരി. അപ്പോൾ അങ്ങനെ നമ്മളെ മിക്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വീഡിയോ അങ്ങോട്ടും ഇങ്ങനെ ഇളകുണ്ട്. ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കണം. അവിടെ താത്തയാണ് വീഡിയോ എടുക്കണം. അപ്പോൾ അവൾ തന്നെയാണ് ഓരോരോ സാധനങ്ങളൊക്കെ എടുത്തുമാരെ സഹായിക്കുന്നതും. അപ്പോൾ അതുകൊണ്ടാണ് ഗായ്സ്. ഇതിലോട്ട് നമ്മളെ ബീഫ് ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇത് കാണിക്കും പത്തിരി പൊടി ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ വെച്ചാൽ മതി. ഇനി ഇതിങ്ങോട്ട് പാടി പത്തിരി പെരട്ടണം കൂടി കാണിച്ചു കൊടുക്കാം. പത്തിരി പ്രസ് അപ്പോൾ ഗൈസ് നമ്മൾ നോൺ വെജ് ആണെങ്കിലും ഉപ്പാൻ്റെ എല്ലാവർക്കും അറിയാതിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ വെജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ അരച്ചിപ്പൊടി ഉപ്പാക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപ്പാക്ക് വേണ്ടിയിട്ട് പത്തിരിയാണ് ഇവിടെ റെഡി ആക്കുന്നത്. ഭയങ്കര കട്ടിയിലേ. മറ്റേ ഇത് കാണുമ്പോൾ എന്താ ഓർമ്മയില്ലോ, നമ്മളെ മറ്റേ ഫേസ് മാസ്ക് ഇല്ലേ, അതാ. അപ്പോൾ ഗൈസ് അങ്ങനെ ഇപ്പാൻ്റെ പത്തിരി റെഡി ആയിട്ടുണ്ട്. പെച്ചി ഇന്ന് പുറത്തുനിന്നാണ് തുറക്കുന്നത്. പെച്ചി ഇന്ന് ഇവിടെ സ്ഥലത്തില്ല. അപ്പോൾ പെച്ചി തുറന്നിട്ടേ വരുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ടൈമുണ്ട്. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ നമ്മളുടെ സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ മുകളിൽ നിന്ന് തന്നെയാണ് നോമ്പ് തുറക്കുന്നത്. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മുകളിലേക്ക് പോകാം. അപ്പോൾ ഒന്ന് ഇത് ഇനി ഇവിടുന്ന് ഇതൊന്ന് ക്ലീൻ ആക്കട്ടെ. ഓക്കെ, നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ. അപ്പോഴാണ് നമ്മുടെ പണി വൃത്തിയാകത്തുള്ളൂ. നമ്മളെ ഒരു പണി ചെയ്താൽ അത് ഫുള്ളാകുന്നത് നമ്മൾ ആ പണി ചെയ്ത സ്ഥലം ക്ലീൻ ആക്കുമ്പോഴും കൂടിയാണ്. ആൻഡ് ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ് അപ്പം നമുക്ക് കഴുകി നമുക്കിനി നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഫുൾ മുകളിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സെറ്റ് എന്ന് പറയാൻ ഇന്ന് വല്ലാതെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. അപ്പോൾ ജഗ്ഗും കൂടെ എടുത്തിട്ട് നമുക്ക് നേരെ മക്കളിലായിട്ട് വിടണം. അപ്പോൾ ഗൈസ് ഇതാ നമ്മളുടെ മെഷീൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട്, നമ്മുടെ മെഷീൻ ഇവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ നന്നാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കായിരുന്നു. അങ്ങനെ നമ്മൾ ലൈറ്റ് ഇന്നും സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടാ, നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് സാധനങ്ങളും അവന് അല്ല മുസൽമോടെ അല്ല സോറി മറ്റേ പായോ. അപ്പോൾ കഴിച്ച് ഇന്നുള്ളത് എന്തൊക്കെയാ, ഇറച്ചിപ്പൊടി, പിന്നെ കാരൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളം, കലക്കിയ വെള്ളം, അതിൻ്റെ നമ്മളുടെ സാധാ വെള്ളം. ബാങ്ക് കൊടുത്തു. ഇവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ തുറക്കും. ഓക്കെ, ഞാൻ എന്താ കാരൊക്കെ എടുത്ത് ചിന്നൊന്ന് വീഡിയോ എടുക്കും. അപ്പോൾ നമ്മൾ ഇറച്ചിപ്പൊടി മാക്രോണി പോലെ എനിക്ക് ഫീൽ ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ട്രൈ ആണ്. ആൻഡ് ഞാൻ സെറ്റായി വരുന്നു. ഭൂമി ബാങ്ക് കൊടുക്കാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ബാങ്ക് കിട്ടാം. കരക പാത്രം കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ കഷ്ണം നേരത്തെ പറഞ്ഞ കഷ്ണം അതാണ്. നോമിക്കും കൊടുക്കട്ടെ. എനിക്ക് തിന്നാവില്ല. നോമിൻ്റെ പ്ലേറ്റ് എടുക്കാം. എന്നാലും കജ്ജന എടുത്തുന്നോ. അല്ല നോമിക്ക് വേറെ കഷ്ണം അത് ടേസ്റ്റാണ്. അതേ കഷ്ണം ഇവനെ കഷ്ണം എടുക്കുന്നു. എനിക്ക് വേണ്ട. പിന്നെ അങ്ങനത്തെ അപ്പോൾ നല്ലൊരു ഇറച്ചിപ്പൊടി, നല്ല തണുത്ത വെള്ളം. എന്നിട്ട് മോനെ പൊള്ളിയാണ്. വേവറോ
ലിവർ മനസ്സിലായോ? അപ്പോൾ നല്ല ടേസ്റ്റ്. നമ്മളെ ഈ ഇത് ഇറച്ചി കൂടി കൂട്ടി കഴിക്കുക. ആൻഡ് ഐസും വെള്ളം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള അപ്പോൾ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും കമൻറ്റിനായി ഞാൻ കാത്തിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.